നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പൂയ നക്ഷത്രം മുതൽ ചിത്ര ചോതി നക്ഷത്രം തുലാക്കൂറ് വരെ 3-ാം ഭാവം മുതൽ 6-ാം ഭാവം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക. ഇതുപ്രകാരം ഏറ്റെടുത്ത ദൗത്യം സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. നിലവിലുള്ള വാഹനത്തിന് പുറമെ മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് മാനസികമായി തയ്യാറെടുക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് ബുക്ക് ചെയ്യുവാനും സാധ്യതയുണ്ട്. വേണ്ട ഏർപ്പാടുകൾ ചെയ്യുവാനും സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനായി ഒരു പക്ഷേ അവധിയെടുക്കുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനും സാധ്യത കാണുന്നു. പ്രായേണ ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവയ്ക്ക് യോഗം കാണുന്നു. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിടവരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വർഷങ്ങൾക്ക് മുമ്പ് വിരോധികളായിരുന്ന പലരും ലോക്യം കൂടുവാനുള്ള സാഹചര്യം സാധ്യത കാണുന്നുണ്ട്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും. വിജയപ്രതീക്ഷകൾ സഫലമാകുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനും സാധ്യത കാണുന്നു. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്.